ദൈവനാമത്തിന് മഹത്വം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 25-ാമത്തെ ദിവസത്തെ ബൈബിൾ ക്വിസും ഇന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. 25-ാമത്തെ ദിവസത്തെ ബൈബിൾ ക്വിസിലേക്ക് പോകാം. 24, 25 ദിവസങ്ങളുടെ വിജയിയെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഒരുമിച്ച് തന്നെ. നമ്മുടെ 25-ാം ദിവസത്തെ ചോദ്യത്തിലേക്ക് പോകാൻ. ചോദ്യം ഇതാണ്. 25-ാം ദിവസമായതുകൊണ്ട് 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക. റഫറൻസ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഭാര്യയോടുകൂടി യാത്ര ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന പൗലോസിൻ്റെ ഒരു സഹയാത്രികൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. യേശു പലർക്കും പ്രത്യക്ഷനായി എന്ന് ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. 11 പേർക്ക് പ്രത്യക്ഷനായി, മറിയയ്ക്കും മറ്റു സ്ത്രീകൾക്കും പ്രത്യക്ഷനായി എന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യേശു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രത്യക്ഷനായത് എത്ര പേർക്കാണ്? അതായത് ഒരു സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയാത്തത് ആർക്കാണ്? നാലാമത്തെ ചോദ്യം. പൗലോസ് ദുഃഖിപ്പിച്ച സഭ ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. എഫേസ്യ ലേഖനത്തിൽ 1 എന്ന് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഭാര്യയോടുകൂടി യാത്ര ചെയ്തു എന്ന് പറയുന്ന പൗലോസിൻ്റെ സഹയാത്രികൻ ആരാണ്? രണ്ടാമത്തെ ചോദ്യം. യേശു പ്രത്യക്ഷനായത് ഏറ്റവും കൂടുതൽ എത്ര പേർക്കാണ്? മൂന്നാമത്തെ ചോദ്യം. ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയാത്തത് ആർക്കാണ്? നാലാമത്തെ ചോദ്യം. പൗലോസ് ദുഃഖിപ്പിച്ച സഭ ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം. എഫേസ്യ ലേഖനത്തിൽ 1 എന്ന് പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം വേഗത്തിൽ അയക്കുക. ഉത്തരം ഒരുമിച്ച് അയക്കുക. റെഫറൻസ് അത്യാവശ്യമാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.